ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നവരാത്രി വിശേഷങ്ങളാണ്. ഞങ്ങളുടെ അവിടെയാണ് ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന പനച്ചിക്കാട് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പോയതിൻ്റെ വിഷ്വൽസാണ് ഇതെല്ലാം. എൻ്റെ അമ്മാവൻ്റെ മോളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗായ്സ് നല്ല രസമുണ്ടല്ലേ ഈ കടകളൊക്കെ കാണാൻ. ഇപ്പോൾ ഒക്കെ ഇത്രയും കടകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊന്നും ഇത്രയും കടകൾ കാണില്ല. പക്ഷേ അത്യാവശ്യം ഇങ്ങനത്തെ കട എനിക്ക് ഇറങ്ങിയൊന്നും എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. ഞാനും അമ്മയും ബ്രദറും കൂടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് കുറച്ചേറെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ നടക്കാനായിട്ട്. അമ്പലം ആ സമയത്ത് ഓപ്പൺ അല്ലായിരിക്കും. അതിൻ്റെ ചുറ്റുമുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. കണ്ടപ്പോഴേ കൊതി വിട്ട്. അന്നേരം ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ ഈ സംഭവം എന്താ ഇതിന് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഈ സംഭവം കണ്ടിട്ട് നല്ല ഇഷ്ടം തോന്നി. പക്ഷേ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഇവിടെ ഈ പുള്ളിയുടെ കടയിൽ നിന്നാണ് ഐസ്ക്രീം വാങ്ങിച്ചത്. എനിക്കും അമ്മയ്ക്കും എൻ്റെ ആങ്ങളയ്ക്കും. പിന്നെ അമ്പലം അടച്ചിട്ടേക്കുവാണെങ്കിലും താഴെയായിട്ടാണ് പ്രതിഷ്ഠ കേട്ടോ. ഇതല്ലാതെ ചുറ്റ് ഉള്ളതാണ്. ഞാൻ ഇവിടെ ഒന്ന് തൊഴുതു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ പേര് മീനാക്ഷി എന്നാണ്. അപ്പം അവളൊരു ജസ്റ്റ് ഫോട്ടോ എടുത്തു. അവൾ പറഞ്ഞിട്ടുണ്ട് അവളെ നല്ല പുകഴ്ത്തി അടിക്കണമെന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പായിരുന്നു. അവൾ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഊട്ടുപുരേ പോയി. സമയം 11 മണിയായി ഗൈസ്. പക്ഷേ അപ്പോഴും ഫുഡ് കൊടുത്തോണ്ടിരിക്കും കേട്ടോ. ഈ അമ്പലത്തിലെ ചോറൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ ആ ഒരു സമയത്ത് 1-2 കറിയൊക്കെ ഉള്ളൂ കേട്ടോ. ചൂട് ചോറ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയാ 10-10:30 ആയി കേട്ടോ. അപ്പോഴാണ് ചോറും സാമ്പാറും ചൂട്, പിന്നെ തോരനും, പിന്നെ എന്തായിരുന്നു നാരങ്ങ അച്ചാർ, രസം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഫുഡിനൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ആകത്തറയിൽ ഞാൻ ജസ്റ്റ് വിഷ്വൽ എടുത്തതാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ കേട്ടോ ഓഡിറ്റോറിയം. അപ്പം അവിടെ ആയിരുന്നു അവളുടെ ഡാൻസ് കേട്ടോ. അവരുടെ ഗ്രൂപ്പ് ഡാൻസ് ആദ്യത്തെ. ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. മീനാക്ഷി എന്നാണ് പേര്. അവളുടെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അവളുടെ ഡാൻസ് നല്ല രസമില്ലേ. ഞാനിതിൻ്റെ ഇതൊന്നും എടുത്തില്ല, മ്യൂസിക്കായിട്ടൊന്നും അങ്ങനെ ഇത് ചെയ്തില്ല. ജസ്റ്റ് അവൾ കളിക്കുന്നത് മാത്രമേ എടുത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെയും ജസ്റ്റ് ഒരു വിഷ്വലെടുത്തു. ഇതാണ് കേട്ടോ ആൾ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരാണേലും ഇച്ചിരി പ്രായമുള്ളവരാണേലും എല്ലാം സൂപ്പറായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരം ആ വിഷ്വൽസും എടുത്തു. ഇത്രയുള്ള ഗൈസ്, ബായ്.